ഇന്ന് കിടിലനൊരൈറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നോക്കി വയ്ക്കും. അതിന് ബീഫ് കുറച്ച് മസാലയൊക്കെ കുറച്ചിട്ടിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയിട്ട് ചതച്ചിട്ട് ഇങ്ങനെ മുരിമുരിയേനെ പോലെ വെക്കുക, വെള്ളമില്ലാതെ. എന്നിട്ട് കുറച്ച് മിക്സിയിലിട്ടിട്ട് പൊടിക്കുക. എരി വേണ്ടവർക്ക് എരി കുടിച്ചിട്ട് കുറച്ച് മസാല കൂട്ടട്ടില്ലേ. ഇവിടെ കുട്ടികൾക്ക് എരി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മസാല കൂട്ടിയിട്ടില്ല. എന്നിട്ട് നമ്മളെ പത്തിരിപ്പൊടിയുടെ നമ്മൾ കുഴക്കട്ട ഉണ്ടാക്കൂലേ, കുഴക്കട്ട ഉണ്ടാക്കും പോലെ ആണ്ട് ആവിയിൽ ഇങ്ങനെ ആക്കിയിട്ടാണ് വിട്ടിട്ടാണ് വേവിച്ചാൽ അടിപൊളിയാണ്. കോഴിക്കട്ടയുടെ ഒരു കഥ അല്ലേ മക്കളെ, നിങ്ങൾക്കറിയോ? പണ്ടിൻ്റെ ചെറുപ്പത്തിലൊക്കെ കാലത്ത് ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു അത്ര. ഈ ഭർത്താവ് വിരുന്ന് പോയിത്തര. വിരുന്ന് പോയോർത്തുനിന്ന് മൂപ്പർക്ക് കോഴിക്കട്ട കിട്ടിയിത്തറേ. ഭാര്യനോട് വന്നിട്ട് പറഞ്ഞു തരേ, എനിക്കൊരു വിരുന്ന് പോയോർത്തുനിന്ന് ഒരു സാധനം കിട്ടിക്കണം, അതേപോലത്തെ ഉണ്ടാക്കി കാട്ടുകയെന്ന്. അപ്പോൾ ഭാര്യക്ക് ഇത് എന്താണെന്ന് അറിയില്ല അത്ര. ഭാര്യനോട് വന്നിട്ട് എത്ര പറഞ്ഞാലും ഭാര്യ സാധനം പറയാൻ പറഞ്ഞത്ര. അതിൽ ഭാര്യനെ നല്ല തല്ലു കൊടുത്തു തറ. തല്ലു കൊടുത്തപ്പോൾ നിറച്ച് പൊള്ളിച്ചു തറ മേലെ. അപ്പോൾ പറഞ്ഞു തരേ, എൻ്റെ മേലൊക്കെ നിങ്ങൾ കോയക്കട്ടയുടെ പോലെ ആക്കിക്കൊണ്ട് തച്ചിട്ട് കയറത്തറേ. ആ സാധനം തന്നെ ഈ കോയക്കട്ട, അതന്നെ ഞാൻ എന്നോട് ഉണ്ടാക്കി തരാൻ പറയുന്നു കയറത്തറേ. ആ കോയക്കട്ട അല്ലട്ടില്ല ഈ കോയക്കട്ട. ഇത് നമ്മളെ ബീഫിൻ്റെ അടിപൊളി കോയക്കട്ടയാണ്. പത്തിരിയൊക്കെ നമ്മൾ ബീഫ് കൂട്ടി തിന്നണൊക്കെ ഒരു ചെറിയൊരു കോമ്പിനേഷൻ ഇത് വരുന്നുണ്ട്.